നേത്ര ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്ന നമ്മുടെ വിശിഷ്ട അതിഥി മലയാളത്തിന്റെ സ്വന്തം അഭിനേതാവ് ശ്രീ സന്തോഷ് പടിക്കാർ, കൂടാതെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നട മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ സന്തോഷ് പടിക്കാർ. സ്വീകരിക്കുന്നതിനായി സന്തോഷ് സാറിനെയും കൊടുക്കുന്നതിനായി ഷാജേട്ടനെയും ക്ഷണിക്കുന്നു. നേത്ര ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാനത് ഏറ്റെടുക്കുകയായിരുന്നു. കാരണം അത്യാവശ്യം ഒരു കോഴിക്കോട്ടുകാരനാണെങ്കിലും നമുക്ക് കൂടുതൽ എനിക്ക് കോഴിക്കോടിൻ്റെ പുറത്തുള്ളതാണ് കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലൊരു സാധനമാണല്ലോ നോക്കി. അപ്പോൾ ഇന്ന് 1-2 ശരിക്കും എറണാകുളത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് ഇതിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇവരെ ഇതിനു മുമ്പും അത്തോളിയിൽ അവരൊരു ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് ഷോപ്പ് വളരെ വിജയകരമായി നടത്തുന്നു. അപ്പോൾ പാരമ്പര്യമുള്ള ഒരു ആളുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംരംഭം വളരെ വലിയൊരു വിജയമാക്കണമെന്നും ഇതിനെ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. ഇതോടനുബന്ധിച്ച് ഇവർ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തികച്ചും സൗജന്യമായി കാഴ്ച പരിശോധിച്ച് കണ്ണടകൾ നൽകുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ പരിശോധനയ്ക്കായിട്ട് ഇവരെ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല. അതോടൊപ്പം ഇവർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് തികച്ചും കണ്ണട ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രത്യേകത്തിന് അവർക്ക് വലിയൊരു കൈയടി പറയുന്നു. കാരണം 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കണ്ണട ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പരിശോധനയ്ക്കായി മികച്ച ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ സേവനമുണ്ട്. കണ്ണട വാങ്ങാൻ അതേപോലെ നമുക്ക് പലപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, കണ്ണടയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തൊക്കെ പോകേണ്ട അവസ്ഥ. ഇവിടെ ആ പ്രശ്നമില്ല. ഞായറാഴ്ചയും ഇത് ഓപ്പണാണ്. അതുകൊണ്ട് കണ്ണട വാങ്ങണമെന്നുള്ളവർക്ക് ഇനി പ്രത്യേകിച്ച് ലീവ് ഒന്നും എടുക്കാതെ തന്നെ ഇവിടെ വരാം. അപ്പോൾ ഞായറാഴ്ചയൊക്കെ ഇവിടെ ഓപ്പണാണ്. പിന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യവും അങ്ങനെ എല്ലാം ഇപ്പോഴും നമുക്ക് ബസ് സ്റ്റോപ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തെ ഒരു വളരെ വലിയ വിജയമാക്കി സൂപ്പർ ഹിറ്റാക്കണമെന്ന് എല്ലാവരോടും വളരെ വിനയമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കുന്ന ആർക്കും ചോദിക്കാവുന്നതാണ്. എന്ത് കാര്യം എൻ്റെ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. 12ാമത്തെ സിനിമ കേരള ലൈവ് എന്ന സിനിമയുടെ വർക്ക് നടക്കുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. സീൻസ് എല്ലാം നമ്മൾ കോഴിക്കോടായിരുന്നു. ഇനിയിപ്പോൾ സോങ്സ് നമ്മൾ പുറത്തുനിന്നാണ് ചെയ്യുന്നത്. കാശ്മീർ, ഷില്ലോങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ചെയ്യുന്നത്. 100ഓളം പുതിയ താരങ്ങൾ അഭിനയിച്ച 5 ലക്ഷം രൂപ ബജറ്റിൽ ചെയ്യുന്നൊരു സിനിമയാണ്. വലിയ നമ്മുടെ ബജറ്റിനനുസരിച്ചൊക്കെ അല്ലേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലും ഒരു പുതിയ പ്രമേയം, ദാറ്റ് ഈസ് നമ്മുടെ പ്രവാസികളായ ആളുകൾ ജോലി നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കേരള സംസ്ഥാനം എങ്ങനെ ചെയ്യും, ഈ വരുന്ന പ്രവാസികൾ എങ്ങനെ ആയിരിക്കും ആ അവസ്ഥയെ ഫേസ് ചെയ്യേണ്ടി വരിക എന്നൊരു ചിന്ത, അങ്ങനെ ചിന്തയാണ് കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞ ഉടനെ പടം റിലീസാവുന്നതാണ്. അതിൻ്റെ സോങ്സും ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് യൂട്യൂബ്. വേറെ എന്താണ് കണ്ടിങ്ങനെ അറിയേണ്ടത്? മണിത്തരി ലാവണ്യമൂശയിൽ ചമഞ്ഞു മാലാകയായി കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകാരി ചെയ്തോര കാഴ്ചയായി ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം താഴ്വര മണിത്തരി ലാവണ്യമൂശയിൽ ചമഞ്ഞു നീ മാലാകയായി കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകാരി ചെയ്തോര കാഴ്ചയായി ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ മുഖം പൂവിളിത്തേനും ചുണ്ടുകളും പിന്നെ അഞ്ജന കണ്ണുകളും കണ്ടത്തിലണിഞ്ഞ പൂമാലയും പിന്നെ പ്രേമ കാവ്യം
കാവ്യം രചിച്ചു. പൂവിളി തേനൂറും ചുണ്ടുകളും പിന്നെ അഞ്ജന കണ്ണുകളും കണ്ടത്തിലണിഞ്ഞ പൂമാലയും പിന്നെ പ്രേമ കാവ്യം രചിച്ചു. ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളിയും. ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി മുല്ലയും പിച്ചകവള്ളിയും. താഴ്വരമണി തരി ലാവണ്യഭൂഷയിൽ ചമഞ്ഞുതി മാലാകയായി. കളകള സംഗീതം ഒഴിച്ചു നീ പട്ടുകാരി ചേതോര കാഴ്ചയായി. ഈറനായി ചുരുൾത്തുമ്പിൽ ശോഭിപ്പൂ നിൻമുഖം. കല്യാണ പന്തലിൽ വീണ വീണ്ടുവാൻ നവവധുവായി വരില്ലേ? കന്യക കുടികൊള്ളും കടമ്പിൽ പുഞ്ചോലയിൽ നോമ്പ് നോറ്റില്ലേ? കല്യാണ പന്തലിൽ വീണ വീണ്ടുവാൻ നവവധുവായി വരില്ലേ? കന്യക കുടികൊള്ളും കടമ്പിൽ പുഞ്ചോലയിൽ നോമ്പ് നോറ്റില്ലേ? ചെല്ല ചെറുകാറ്റിൽ നൃത്തമാടി